വിഷയമാണ് നായർ സർവീസ് സൊസൈറ്റി പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ ഉൾപ്പെടുത്തിയത്. സ്നേഹപൂർവം എന്ന് പേരിട്ടുകൊണ്ട്. അതായത് സ്നേഹം, ഇത് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊരാളിൽ ജനിക്കേണ്ട ഒരു വികാരമാണ് അല്ലേ? അത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് പിറന്നു വീഴുമ്പോഴേ അവനെ അമ്മ എടുത്തിങ്ങനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ, അമ്മയുടെ പാലൂട്ടി വളർത്തുമ്പോൾ, ഒരു കുഞ്ഞ് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കും. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പാല് കൊടുക്കണേ. അപ്പോഴാ സ്നേഹം എന്ന വികാരം മുളയ്ക്കണേ. അപ്പോൾ ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാകുന്ന വികാരം സ്നേഹമാണ്. മനസ്സിലായോ? കരച്ചിലൊക്കെ വിതൗട്ട് എനി റീസൺ കരയും പിള്ളേർ. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന വികാരം വരുമ്പോൾ അവൻ്റെ മുഖത്ത് ചിരി വരും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, വെറുതെ കുഞ്ഞുവാവാ വെറുതെ ഒരർത്ഥമില്ലാതെ ചിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വലുതാവും തോറും കുഞ്ഞുങ്ങളെ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ കാലിട്ടടിക്കും, നമ്മളെ കാണുമ്പോൾ കൈയിട്ടടിക്കും. സ്നേഹമാണ്. കുട്ടിക്ക് ഒരാളോട് വിദ്വേഷമൊന്നും തോന്നാനുള്ള സമയമായില്ലല്ലോ. വിശക്കുമ്പോൾ അതിൻ്റെ ബോഡി പ്രതികരിക്കും കരച്ചിലോടുകൂടി. ബട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു വികാരം ആദ്യം ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹമാണ് അവന് ആദ്യം ഉണ്ടാകുന്ന വികാരം. എങ്ങനെയാ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഉണ്ടാവുക? അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അന്യോന്യം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാകുന്ന വികാരമാണ് സ്നേഹം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലില്ലേ, എനിക്ക് ഒരു സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്ന് ഒരു സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹം. അത് ഞാനങ്ങ് പറഞ്ഞു എന്ന് എനിക്ക് എത്ര നാളായി ഒരു സിനിമയ്ക്ക് പോയിട്ട് എന്നേ പറയുന്നുള്ളൂ. ഇന്ന് പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ നമുക്കിന്ന് പോയേക്കാം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവണത് അല്ലേ? അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അന്യോന്യം സന്തോഷിപ്പിക്കും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു നേച്ചർ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. അപ്പോൾ എനിക്കിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നിയാൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവരുടെ മുഖം അങ്ങ് പ്രസന്നവും. മനസ്സിലായോ? സോ ഐ എം ട്രൈങ് ടു മേക്ക് ദം ഹാപ്പി. അപ്പോൾ ആ സ്നേഹം അത് കഴിഞ്ഞ് കേക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മേശപ്പുറത്തേക്ക് വയ്ക്കുമ്പോഴേക്കും, നമ്മൾ കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ സ്മോൾ പീസാണെങ്കിൽ ഇതങ്ങനെയല്ല, ഒരൊറ്റ മുറിക്കലാണ്. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ പീസ് നോക്കി അച്ഛൻ കൊണ്ടുപോകും. അതിൻ്റെ അടുത്ത പീസ് അതിനേക്കാൾ വലുതാക്കാവുന്നെങ്കിൽ മോൻ അതിനേക്കാൾ വലുതാക്കും. അവൾ എനിക്ക് തരും, അവൾ തിന്നും. അങ്ങനെ അതങ്ങ് തീരും മിനിറ്റ് കൊണ്ട്. ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ പിന്നെ കുറേ നേരത്തേക്ക്. അപ്പോൾ അതെങ്ങനെയാണ്? ഐ എം ട്രൈങ് ടു മേക്ക് ദം ഹാപ്പി അല്ലേ? അപ്പോൾ ദോശമാവുണ്ട്, എനിക്കിഷ്ടം ദോശയാണ് ശരിക്കും. എല്ലാ ദിവസവും ഈ ദോശ എങ്ങനെയാണ് കഴിക്കണേ? അപ്പോൾ നമ്മളൊരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ദോശ ഉണ്ടാക്കും, അങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഐ എം ട്രൈങ് ടു മേക്ക് ദം ഹാപ്പി അല്ലേ? ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്നേഹം ഉണ്ടാവണേ. അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഹാപ്പിയായി ലൈഫ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രകടനമൊന്നും വേണ്ട, ഒന്ന് ചേർത്ത് ഇങ്ങനെ പിടിച്ചാൽ മതി, സന്തോഷമാകും. വേറെ ഒന്നും വേണ്ട. ആൺകുട്ടികൾക്ക് കുറേ അവരെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എ ഗേൾ ഷുഡ് ബി പ്രൗഡ് ഓഫ് ദെയർ ഹസ്ബൻഡ്. എ ബോയ് ഷുഡ് ബി പ്രൗഡ് ഓഫ് ദെയർ വൈഫ്. മനസ്സിലായോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും ഇല്ലേ? എന്തെങ്കിലും കഴിവില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. അത് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ച് അങ്ങ് പറയുമോയെന്ന് വെച്ചോളൂ. ശരിക്കുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നു, ശരിക്കും ഞാൻ എന്ത് ചെയ്തേനെ അല്ലേ? ഈ ഒരു ഒറ്റ സെൻറ്റൻസ് മതി ഹാപ്പി ആവാൻ ഒരാഴ്ചത്തേക്ക്. മനസ്സിലായോ? എന്തുകൊണ്ടത് നമുക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന വികാരം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. സ്നേഹം. യു ഷുഡ് ബി ഫിൽഡ് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ. മനസ്സിൽ നിറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അഭിനയിക്കേണ്ട ആവശ്യം വരില്ല, അത് തന്നെ ഉണ്ടാവും. പിന്നെന്താണോ, ചില പാരൻസ് പ്രകടിപ്പിക്കാതെ, അവരുടെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാതെ പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ പിള്ളേരും അങ്ങനെ തന്നെ ആയി പോവും.
അവർക്കും അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാതെ ആയിപ്പോവും. ഇങ്ങനെ വികാരമില്ലാതെ ജീവിക്കും. അങ്ങനെ ജീവിക്കരുത്. എന്നെ അങ്ങനെ വളർത്തിയെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആവണമെന്നുണ്ടോ? നമ്മൾ ചേഞ്ച് ചെയ്യണം. നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളാർക്കും കൊടുക്കാതിരിക്കരുത്. നമ്മൾ നിറച്ച് സ്നേഹിക്കണം. അതേ ഫോഴ്സ് തിരിച്ചു കിട്ടും സ്നേഹം. ആരോട് വേണമെങ്കിലും നിങ്ങൾ അങ്ങനെ കാണിച്ചു നോക്കൂ. കല്ലിനെ പോലും നമുക്ക് അലിയിക്കാൻ പറ്റും. അലിയും നമ്മുടെ മുമ്പിൽ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം നിങ്ങൾ. ആരാ നമ്മളോട് എതിരിടാൻ വരണേ? പിന്നെ നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളവരോടാണെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു പെരുമാറി നോക്കൂ, ഇത് തീരും. ആ ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ടോണിക് ആക്ച്വലി. ഇറ്റ് ഈസ് എൻ ആപ്പറ്റൈസർ, ഇറ്റ് ഈസ് എ ബൂസ്റ്റർ. ആ സ്നേഹിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുണീക്കായിരിക്കണം നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ലവ്. അത് മറ്റുള്ളവരുടെ പോലെ ആവരുത്. നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും യുണീക്കായിട്ടുള്ള ചില കോഡ് ഭാഷകൾ, ചില രീതികൾ വേണം. എല്ലാവർക്കും ഉള്ളതുപോലെ എല്ലാവരുടെയും എങ്ങനെയായിരുന്നു ആ സിനിമയിൽ അവൾ ഇങ്ങനെ കാണിച്ച പോലെ ആക്കിയേക്കാം. നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും ഭർത്താവിൻ്റെ മേത്തിരിക്കണു, അങ്ങേരുടെ കൈ എപ്പോഴും എൻ്റെ ദേഹത്തു. വേറെ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് ലൈംഗികതയൊന്നുമില്ല, സ്നേഹം മാത്രം. പിന്നെ ഈ കൈ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏജായ ഇപ്പം എന്നെപ്പോലൊരു സ്ത്രീക്ക് ഇന്നലെ ഉണ്ടായി ഞങ്ങളുടെ കൂടെയുള്ള ഒരു വക്കീൽ, ഒരു സീനിയർ വക്കീൽ, ഒത്തിരി നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു നെഗറ്റീവും ഇല്ലാത്ത ഒരാൾ. അങ്ങേര് മരിച്ചു കിടക്കുക. ആ ചേച്ചിയുടെ കരച്ചിലുണ്ടല്ലോ, അപ്പോഴേക്കും നമ്മൾ ആ സ്ഥാനത്തേക്ക് നിന്ന് ചിന്തിച്ചു പോകും. ഞാൻ ഇന്നലെ രാത്രിയൊക്കെ ഓർത്തു, പാവം കുമാരി ചേച്ചിയുടെ ഇപ്പുറത്ത് സാറില്ലല്ലോ എന്ന്. അപ്പം ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ജീവിച്ചവർക്ക് ഒന്നായി വാക്കും മർദ്ദവും പോലെ ഒന്നായി ജീവിച്ചവർക്ക് പാർട്ട്ണർ ഇല്ലാതെ പറ്റില്ല മക്കളെ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ സൗഭാഗ്യം ഇരിക്കുന്നത്. അച്ഛനമ്മമാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, നിങ്ങൾ കയ്യിൽ 1-ാം തീയതി കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഓഹരി എല്ലാ അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഇതിൽ കൂടുതൽ ഒന്നും അച്ഛനും അമ്മയ്ക്കും ചെയ്യാനില്ല. നത്തിങ്, ദേ ഡസൻറ്റ് വോണ്ട് എനിത്തിങ് ഫ്രം യു. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കുന്ന മകള് ഒരു മാസത്തിൽ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറന്നിട്ട് അവളുടെ മുഖത്തേക്ക് അച്ഛനും അമ്മയും നോക്കുക, കുട്ടി ഹാപ്പിയാണോ? കല്യാണം കഴിച്ചിട്ട് ഇരിക്കുന്ന മകൻ, അവൻ്റെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മ നോക്കും, അവൻ ഹാപ്പിയാണോ? അവനെ ആ കുട്ടി സ്നേഹിക്കുന്നുണ്ടോ? അവൻ സന്തോഷവാനാണോ? എപ്പോഴും അച്ഛനമ്മമാർക്ക് ഈ ഒരു അങ്കലാപ്പുണ്ടാവും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതി. എന്ത് കുറവുണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റും മക്കളെ, എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഇവിടെ ഇരിക്കണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും എന്താവശ്യം, എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, എന്തെങ്കിലും നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ നിങ്ങൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം മേടിക്കണം. സൈക്യാട്രിസ്റ്റ് അല്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവർ മരുന്നൊന്നും എഴുതാനുള്ള റൈറ്റ് ഇല്ല അവർക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു തെറാപ്പിയിലൂടെ അവർക്കത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വന്നാൽ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം വന്നാൽ, നിങ്ങൾക്കൊരു പുറത്തുനിന്നൊരു ഹെൽപ്പ് വേണം. എന്നാലേ നമുക്കതിൽ നിന്നൊരു നിവൃത്തി നേടാൻ പറ്റുള്ളൂ. എല്ലാം എന്നെ കൊണ്ട് സാധിക്കുമെന്നൊന്നും ഓവർ കോൺഫിഡൻസിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ലോകത്ത് ആരും അറിയാതെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അവർ പറഞ്ഞ പോലെ അവരെ പിടിക്കണില്ലേ, വേറൊരാളെ കണ്ടോളൂ. അവരെ പിടിക്കണില്ലേ, അവൾ വേറൊരാളെ കണ്ടോളൂ. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, യു ഷുഡ് ബി യുണീക്ക് ഇൻ എക്സ്പ്രസിങ് യുവർ ലവ്. അതുല്യമായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് മാത്രമുള്ള അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ കൈ ഇങ്ങനെ വയ്ക്കുന്ന കാര്യം പറഞ്ഞത്. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ഭർത്താവിനൊരു ഉമ്മ കൊടുത്തിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും ഒരു ഉമ്മ കൊടുത്തിരിക്കണം ദിവസേന.
ദിവസേന. അതിലും ലൈംഗികതയൊന്നുമില്ല, സ്നേഹം മാത്രം. ഇതെപ്പോഴാ? മരണം വരെയാ, മരണം വരെയാ. ഇന്നത്തേക്കും നാളത്തേക്കുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് എന്ന് നമുക്കൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഒരു സ്പർശം കൊണ്ടുള്ള സ്നേഹം എന്ന് നിലയ്ക്കുന്നോ അന്ന് കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഈ സ്പർശത്തിൻ്റെ ഒരു എഫക്റ്റ്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞു, ഞാനിവിടുന്ന് ശരി താങ്ക് യു എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതും ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ടും കയ്യിൽ പിടിച്ചിട്ട് മോളെ പോയിട്ട് വരട്ടെ കേട്ടോ, മോനെ പോയിട്ട് വരട്ടെ കേട്ടോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ദാറ്റ് ഇസ് ടച്ച് ഓഫ് ലവ്. അതാണ് സ്പർശം കൊണ്ടുള്ള സ്നേഹം. ആ സ്പർശം കൊണ്ടുള്ള സ്നേഹം ഒരിക്കലും പാർട്ട്ണറിന് ഡിനൈ ചെയ്യരുത്. മനസ്സിലായോ? ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും ഒരിക്കലും അത് ഡിനൈ ചെയ്യപ്പെടരുത്. അങ്ങനെ ഒരു ഡിനയൽ ഓഫ് ലവ് ലൈഫിൽ വന്നോ ഫോൾട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങും. അതിനുള്ളൊരു ഇടവരുത്തരുത്. ഗീവ് ഫ്രീഡം ടു യുവർ പാർട്ട്ണർ. സ്വാതന്ത്ര്യം കൊടുക്കണം ഭർത്താവിന്, ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വരാൻ പറ്റൂ? എനിക്കിവിടെ വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റൂ? ഞങ്ങളാരും NSSൽ ക്ലാസ്സിന് വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങളാരും മോണിറ്ററി ബെനിഫിറ്റിനല്ല ക്ലാസ്സസ് എടുക്കുന്നത്, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ഒരു ദിവസം മുഴുവനും പോവുക അല്ലേ? അതിനൊരു സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിൽ നിന്ന് തന്നില്ല എനിക്ക് വരാൻ പറ്റൂ? അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണമെങ്കിൽ ഞാനും കുറച്ച് ബുദ്ധിയായിട്ട് ജീവിക്കണം. വലിയ ആൾ കളിക്കാൻ പോകരുത് വീട്ടിൽ, ട്രൂ ടു സേ അല്ലേ? അഹങ്കാരം കാണിക്കാനൊന്നും നിൽക്കരുത്. അതിനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ടാവണം. ആ സ്വാതന്ത്ര്യം ഭർത്താവ് രാത്രി 10 മണി 11 മണിയായി കാണാനില്ല, ഫോൺ ചെയ്യാം, ഒരു പ്രാവശ്യം വിളിക്കാം. വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാലോ? ഇതെന്തൊരു ന്യൂസൻസാന്ന് വിചാരിക്കും അയാൾ. എന്തൊരു ന്യൂസൻസാണ് ഇങ്ങനെ വിളിച്ച്. ചില ആൺകുട്ടികൾ വന്ന് പറഞ്ഞേക്കാം, മാഡം എൻ്റെ ഫോണൊന്ന് നോക്ക്, 60 തവണയൊക്കെയാണ് അവൾ വിളിക്കണതെന്ന്. എന്താ ചെയ്യണേ ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ട്? ചില മാനസിക രോഗികളാണുങ്ങളോ പെൺപിള്ളേരെ നിലത്ത് നിർത്തൂല, വിളിക്കുമ്പോൾ എങ്ങാനും എൻഗേജ്ഡ് ആണെങ്കിൽ തൊലഞ്ഞു. അങ്ങനെയൊക്കെ കാണുന്നത് ഞാൻ വിവാഹം നിശ്ചയിച്ചവരുടെ കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള വികലതയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്തോണോ. ഒട്ടും ബുദ്ധിമുട്ടുണ്ട് അതിന്. ഇനി സമയമുണ്ട്. ഫോൺ നമുക്ക് സ്വാതന്ത്ര്യം തരില്ല എന്നാണ് നിശ്ചയിച്ചുറപ്പിച്ചാണ് വിവാഹം കഴിക്കണമെങ്കിൽ ബന്ധം പോവും. യു ഹാവ് ടു ഗീവ് ഫ്രീഡം. അന്ന് വിട്ടേക്കണം. എന്താ ഇത്ര പിടിച്ചു വയ്ക്കാനുള്ളത്? എന്താ ഉള്ളത്? മനുഷ്യന് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? അവളുടെ ബന്ധുക്കളെ സ്നേഹിക്കാൻ പാടില്ല. ഈ വിവാഹം കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ നിങ്ങളോട്. വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ഒറ്റയ്ക്കിടയ്ക്ക് നിൽക്കണം. മനസ്സിലായോ? അച്ഛനും അമ്മയ്ക്കും ഒന്നും മകളെ ഒന്ന് സ്നേഹിക്കണ്ടേ? ഒറ്റയ്ക്ക് അവരുടെ കൂടെ ഒന്ന് കിടക്കണം തോന്നി ആ കുട്ടിക്ക് പോയി കിടക്കണ്ടേ? അപ്പോൾ ഇടയ്ക്ക് ആ മകനെ ഒന്ന് സ്നേഹിക്കണം എന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി. എപ്പോഴും ഈ പെൺകുട്ടി കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഇടയ്ക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്കും വിടുക. നിങ്ങൾ അച്ഛൻ്റെ വീട് വല്ലപ്പോഴും ഒരു ദിവസം, ഒരു വർഷത്തിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് അത്. നിങ്ങളുടെ വീട്ടിൽ പോയി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കേട്ടോ, ഭയങ്കര സന്തോഷമാണ് അവനവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പലർക്കും. അത് ഭർത്താവിനോടുള്ള സ്നേഹക്കുറവൊന്നുമല്ല, വെറുതെ ഒരു ഫ്രീഡം. ആൺകുട്ടികൾക്കും അതെ, അവനവൻ്റെ നാട്ടിലെ പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകാനും എല്ലാത്തിനും ചിലപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യും. അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ സ്വാതന്ത്ര്യം കൊടുത്തില്ല എങ്കിലുണ്ടല്ലോ പാർട്ട്ണറുടെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ നഷ്ടപ്പെടും. ആരും അവനവൻ്റെ ബന്ധുക്കളെ വിളിക്കാൻ പറ്റില്ല, അവനവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റില്ല. എല്ലാം കട്ട് ചെയ്ത് ഇങ്ങേരെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് ഇങ്ങേരുടെ പുറകെ ഇങ്ങനെ, അതൊക്കെ വെറുപ്പുളവാക്കും തിരിച്ചും. സോ യു ഷുഡ് എപ്പോഴും ഓർത്തോണം കേട്ടോ ഈ ഒരു കാര്യം. പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊടുത്തില്ല എങ്കിൽ റിലേഷൻ വിൽ ബി സ്പോയിൽഡ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നീറ്റ്നെസ്, ഹൈജീൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു ഉദാഹരണം പറയാം. വായ്നാറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊന്നും ആരും പറയാത്ത കാര്യങ്ങളാണ്. ഇതെങ്ങനെ ഞാൻ ലൈഫ് ലോങ് സഹിക്കണോ? നിങ്ങൾ തുറന്നു പറയുക, നിങ്ങൾക്ക് ഈ ഒരു കുഴപ്പമുണ്ട്, നമുക്കിത് ഏതെങ്കിലും ഒരു ഡോക്ടറെ, ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാം.
നിങ്ങളുടെ വീട്ടിലൊന്നും ഇത് അറിയണ്ട. നിങ്ങളൊന്ന് പോയി ഡെൻറ്റിസ്റ്റിനെ കാണൂ, ഇങ്ങനൊരു കുഴപ്പമുണ്ട്, ഇത് നമ്മളെ ഫാമിലി ലൈഫിനെ ഇത് എഫക്റ്റ് ചെയ്യും കേട്ടോ, നിങ്ങളൊന്ന് പോയി ഡെൻറ്റിസ്റ്റിനെ ഒന്ന് കാണും. അങ്ങനെ ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പോൾ പല്ലിൻ്റെ യാതൊരു കുഴപ്പമില്ല, വേറെന്തോ കുഴപ്പമായിരിക്കാം, ഒരു ഫിസിഷ്യനെ പോയി കാണുക. ഇനി അടുത്തൊരു സ്വഭാവമല്ല, ഒരു ഗതികേട്, വിയർപ്പ് നാറ്റം. ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർട്ട്ണറിന് കൂടെ ജീവിക്കാൻ. ആൺകുട്ടികൾക്ക് എല്ലാവർക്കും മിക്കവാറും ഇത് ആൺകുട്ടികൾക്കാണ് സാധാരണ ഇത് കണ്ടുവരാറ്. ഞാനിത് എന്തുകൊണ്ട് ഇങ്ങനെ പറയണേ ആധികാരികമായിട്ട്, എൻ്റെ അടുത്ത് വന്ന് കേസിൽ വരുന്ന കക്ഷികൾ പറയുന്ന റീസൺസ് ആണിത്. ഞാൻ അത് ബേസ് ചെയ്താണ് നിങ്ങളോട് സംസാരിക്കണേ. ഇതൊരു ഡൈവോഴ്സിന് ഗ്രൗണ്ടാണോ? ഒരു നിയമപുസ്തകത്തിൽ ഇത് എഴുതിയിട്ടില്ല. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. അതിനെന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. കുളിക്കുമ്പം വൃത്തിയായിട്ട് കുളിക്കാൻ, ശരിക്കും വൃത്തിയായിട്ട് കുളിക്കാൻ പോലും പല കുട്ടികൾക്കും അറിയില്ല. സോപ്പ് എങ്ങനെ തേക്കണം എന്നറിയില്ല. സോപ്പ് തേച്ച് കുളിക്കാൻ നമ്മൾ നമ്മുടേതായ ഒരു രീതി ഉണ്ടാക്കും കുളിക്കാൻ. ചിലർക്ക് മടിയാണ് കുളിക്കാൻ, സോപ്പൊക്കെ തേക്കാൻ മടിയാണ് ചിലർ. നല്ലോണം ആംപിറ്റ്സിലൊക്കെ സോപ്പൊക്കെ തേച്ച്, നല്ല സുഗന്ധമുള്ള സോപ്പൊക്കെ തേച്ച്, ഒന്ന് വെള്ളം ഒഴിച്ച് കുളിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ സോപ്പ് തേച്ച് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് അതോടുകൂടി ക്ലീൻ ആവും. ഇട്ട ഡ്രസ്സ് വീണ്ടും ഇടരുത്. എന്നും രാത്രി മേലെഴുതിട്ടേ കിടക്കാവൂ, ബ്രഷ് ചെയ്തിട്ടേ കിടക്കാവൂ. ഇതെല്ലാം ഹൈജീൻ, നീറ്റ്നെസ്, അണ്ടർഗാർമെൻറ്റ്സ് എല്ലാ ദിവസവും മാറ്റണം. അത് എന്നോടൊരു മദറിലോ പറഞ്ഞതാണ്. മാഡത്തിന് അറിയാമോ, ഒരു 2 ആഴ്ചത്തത് ഒരു കവറിലിട്ട് അവിടെ മൂലയെ വെച്ചേക്കുവാ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ. അതായത് ആ കുട്ടിക്ക് മടിയാ ഇത് നനയ്ക്കാൻ. അപ്പോൾ ആ കുട്ടി കൂട്ടി വെക്കും. ഞാൻ ചോദിച്ചപ്പോൾ എത്ര എണ്ണം ഉണ്ട്? എനിക്ക് അറിഞ്ഞൂടാ മാഡം, ഒരു 60 എണ്ണം ഉണ്ടാവും. ഒരുമിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവിടുത്തെ എനിക്ക് ഇതിനെയൊക്കെ എങ്ങനെ വളർത്തും. ഇപ്പം അവിടെ ആർക്കാ ചീത്തപ്പേര്? പെൺകുട്ടിയുടെ അമ്മയ്ക്കാ ചീത്തപ്പേര്. ആൺകുട്ടികൾ അവരവരുടെ അണ്ടർഗാർമെൻറ്റ്സ് അവരവർ തന്നെ നനച്ചിടണം. ഭാര്യയെ കൊണ്ട് നനപ്പിക്കരുത്. ഭാര്യ ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ഇത് കല്യാണം കഴിക്കുന്നത് ഇതിന് ഭാര്യയല്ലേ, അവൾ ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. അവരവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം. ഈ നീറ്റ്നെസ് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ, ഒരു മിഡിൽ ഏജ്ഡാ, മാഡം തലമുടിയുടെ മണം സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല, ബിക്കോസ് പെൺകുട്ടികളൊക്കെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് ഇത് പറഞ്ഞു തരണ്ടേ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിലെ ഹൈജീനിക് ആയിരിക്കണം, നീറ്റായിരിക്കണം, നമ്മളെ തന്നെ വൃത്തിക്ക് വെക്കണം. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഡ്രസ്സിന് മണമുണ്ടെങ്കിൽ പിന്നെ ഇടരുത്, അത് നനച്ചോണം. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അതുപോലെ ടേബിൾ മാനേഴ്സ്. ആൺപിള്ളേരോട് ഒരു കാര്യം ഞാൻ പറയാം. ഇഡ്ഡലി ഉണ്ടാക്കി, നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതെന്ന് വിചാരിക്കുക. ഇഡ്ഡലി ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി. ആ ചട്നി ആ പാത്രത്തോടു കൂടി പ്ലേറ്റിലേക്ക് ഒഴിക്കരുത്. വൈഫിനും ഉണ്ടോയെന്നും കൂടെ ഓർക്കണം. മനസ്സിലായോ? പല ആൺകുട്ടികളും അത് ചിന്തിക്കുന്നില്ല. ഭാര്യ തിരിച്ച് പെൺകുട്ടികൾ പൊതുവെ അങ്ങനെ ചെയ്യില്ല, കുറച്ചുകൂടെ ഒന്ന്. ആൺപിള്ളേരാ അത് വൈഫിന് ഇത് കഴിക്കാൻ വേണ്ടേ? ഒരു സാധനം അവൾ കഴിച്ചോ എന്നൊന്ന് അന്വേഷിക്കണം. ആ കുട്ടി പല്ല് വെച്ചിട്ട് വരുമ്പോഴേക്കും ഇയാളിത് മുഴുവൻ കഴിച്ചിട്ടുണ്ടാവും. ഞാനിതൊക്കെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചാൽ ഞാൻ പറയണേ. അത് അയാളുടെ സ്നേഹക്കുറവല്ല ഒരിക്കലും. അയാൾ ചിന്തിക്കുന്നില്ല, അയാൾ കെയർ ചെയ്യുന്നില്ല. പിന്നെ ഒരിക്കൽ എന്നോടൊരു പെൺകുട്ടി പറഞ്ഞതാ, റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന മാഡം നാണക്കേടാ മാഡം, ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഭയങ്കര ശബ്ദം അങ്ങേര് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന്. ഇങ്ങനെ കുഴച്ചിട്ട് ഉരുട്ടി കഴിച്ചു. ആ കുട്ടിക്ക് അത് നാണക്കേടാ. ഇത് ഡൈവോഴ്സിന് ഗ്രൗണ്ടാണോ? അല്ല. ഇത് നമുക്ക് എവിടെയെങ്കിലും എഴുതാൻ പറ്റുമോ? കേസിൽ എഴുതാൻ പറ്റില്ല. വേറൊരു പെൺകുട്ടി, എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എങ്ങനെ എഴുതണത് കേസിലെന്ന്, ബാത്റൂമിൽ പോയി 1 മണിക്കൂർ ഇരിക്കുന്നു. ആ കുട്ടിയുടെ ഒരു പരാതിയാണ്. അയാൾ പത്രം കൊണ്ട് കയറും. അപ്പോൾ നമുക്ക് ടീ ബ്രേക്കിന് സമയമായി. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കുറിച്ചിട്ടെങ്കിൽ നന്നായിരുന്നു ഓർക്കാൻ. സോ വി വിൽ റീജോയിൻ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.
ഷാൽ വി കണ്ടിന്യൂ? നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ വിവാഹിതരാകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി അല്ലേ? ഹൗ ടു എക്സ്പ്രസ് യുവർ ലവ്. ഐ ടോൾഡ് യു ദറ്റ് യു ഷുഡ് എക്സ്പ്രസ് യുവർ ലവ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി യുണീക്കായിരിക്കണം നിങ്ങളുടെ എക്സ്പ്രഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ യുണീക്നെസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ മലയാളത്തിൽ? അതുല്യത അല്ലേ? തുല്യതയില്ലാത്തത്. നമുക്കല്ലെങ്കിൽ സാധാരണ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. അത് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കായിട്ടാണ്. എൻ്റെ പോലൊരു മുഖച്ഛായ വേറെ ആർക്കും ഈ ലോകത്തില്ല അല്ലേ? എൻ്റെ പോലെ ഒരു കണ്ണിലെ കൃഷ്ണമണി നിങ്ങൾ ഓർത്തു നോക്കൂ. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ, അതിൻ്റെ ഘടന പോലെ ഈ ലോകത്ത് മറ്റൊരാൾക്കില്ല. നമ്മളൊരു അന്യരാജ്യത്തേക്ക് പോകുമ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റിയും എല്ലാം നമ്മുടെ ഈ കൃഷ്ണമണിയെ നോക്കിയാൽ ഇല്ലേ? നമ്മൾ ഒരു അന്യരാജ്യത്തേക്ക് ഇമിഗ്രേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ കൃഷ്ണമണിയിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ ഈ ഐഡൻറ്റിറ്റി ഇല്ലേ? ഈശ്വരൻ്റെ ഒരു സൃഷ്ടി ആലോചിച്ച് നോക്കൂ, വേറൊരാൾക്കും ഇല്ല. എൻ്റെ കയ്യിലെ കൈരേഖ പോലൊരു കൈരേഖ ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഈശ്വരൻ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നതും അതുല്യമായിട്ടാണ്, യുണീക്കായിട്ടാണ് അല്ലേ? അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്നെപ്പോലെ മറ്റൊരാളില്ല. അപ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ ആറ്റിറ്റ്യൂഡ്സും എൻ്റെ മനോഭാവങ്ങളും എൻ്റെ പെരുമാറ്റ രീതികളും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എൻ്റെ കഴിവും എല്ലാം അതുല്യമായിരിക്കണം. മറ്റൊരാൾക്കും ഉണ്ടാവരുതത്. മറ്റാളുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം കണ്ട്, ഞങ്ങളുടെ പെരുമാറ്റ രീതി കണ്ട്, നിങ്ങളുടെ മനോഭാവം കണ്ട് അസൂയപ്പെടണം. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഇന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തേണ്ട ചില മേഖലകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വ്യത്യാസം വരുത്തണം. പിന്നെ ഈ കൂട്ടത്തിലിരിക്കുന്നവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പാരൻസ് തമ്മിൽ പ്രശ്നമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബോധപൂർവം നിങ്ങളെ ട്യൂൺ ചെയ്തെടുത്തോണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കറിയാം ഇത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ അവർ തമ്മിൽ വഴക്കാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ചേട്ടനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്ററും ഹസ്ബൻഡും തമ്മിൽ. നിങ്ങളതൊന്നും മോഡലാക്കി എടുക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുണീക്നെസ് ഉണ്ട്. അത് ഈശ്വരൻ തന്നിട്ടുള്ള അതുല്യതയാണ്. അത് ബോധപൂർവം, ഐ എം ഇൻസിസ്റ്റിംഗ് ദറ്റ് വേർഡ്, കോൺഷ്യസ്ലി നിങ്ങളുടേതായ ഒരു ചിന്താഗതിയും നിങ്ങളുടേതായ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. അത് വലിയൊരു ഫാക്ടറാണ്. അത് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും രക്ഷപ്പെടും. കുടുംബത്ത് മാത്രമല്ല, ജോലി സ്ഥലത്ത്, സമൂഹത്തിൽ എല്ലാം അതിൻ്റേതായ ഒരു പ്രതിഫലനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഗാർഡനർ, ഒരു തോട്ടക്കാരൻ എങ്ങനെയാണ് ഒരു തോട്ടത്തെ, ഒരു ഗാർഡനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അവിടെ ഉണ്ടാകുന്ന കളകൾ പറിച്ച് കളയും, വളമിട്ട് കൊടുക്കും അല്ലേ? വെട്ടി പ്രൂൺ ചെയ്യും, സുന്ദരമാക്കും. അപ്പം നമ്മളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില, ഇപ്പോൾ വിവാഹ ജീവിതം, കല്യാണം കഴിച്ചു, കുറേ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പഠിച്ച ഒരു പഴയ നമ്മുടെ ക്ലാസ്മേറ്റ്, നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രേമം തോന്നിയിട്ടുള്ള ഒരാളാണ് നമ്മളെ വിളിക്കുക. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഹസ്ബൻഡിനോടുള്ളത് മാറാൻ പാടില്ല. അത് മാറാൻ പാടില്ല. അത് നമ്മളെ അതാണ് ഒരു ഗാർഡനിൽ ഉണ്ടാകുന്ന വീഡ്സ്, കളകൾ. മനസ്സിലായോ? ഇപ്പം നമുക്ക് നമ്മുടെ ഭർത്താവ്, പെൺകുട്ടികൾക്ക് തോന്നുക ഭർത്താവിന് എന്നോടല്ല സ്നേഹം, അയാൾക്ക് അയാളുടെ അമ്മയും പെങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്നൊരു തോന്നൽ തോന്നുക. അതൊരു കളയാണ്. ആ സുന്ദരമായ തോട്ടത്തിലെ ഒരു വീഡ്സാണത്. കളകൾ എന്ന് പറഞ്ഞാൽ എന്താ അതറിയില്ലേ? മെയിൻ ചെടി അല്ലാതെ സൈഡിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചെടികൾക്കാണ് വീഡ്സ് എന്ന് പറയുന്നത്. കളനാശിനി എന്ന് പറയില്ലേ? ആ കളകളെ നശിപ്പിക്കുന്ന ആ കളകളെ ആ ചിന്തകളെല്ലാം നമ്മുടെ ആ ഭംഗിയുള്ള ഗാർഡനിലെ വീഡ്സാണ്. അത് നമ്മൾ കളയണം.
നമുക്ക് എന്തൊക്കെ അങ്ങനത്തെ നെഗറ്റിവിറ്റി തോന്നിയാലും അത് പറിച്ചു കളയണം. അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ബുദ്ധിപരമായി ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യണം. അപ്പോൾ യു ഷുഡ് കമ്പയർ യുവർ ലൈഫ് വിത്ത് എ ഗാർഡനർ. യു ഷുഡ് പിക്ക് ദ വീഡ്സ്. ഇടയ്ക്കിടയ്ക്ക് സ്നേഹമാകുന്ന വളം ഇട്ട് കൊടുക്കണം വ്യത്യസ്തമായ രീതിയിൽ. അത് ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭാര്യ വീട്ടുകാർക്കും എല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്താലേ, ആ വളം ഇട്ട് കൊടുത്താലേ ഇത് നല്ല പുഷ്പങ്ങൾ ഉണ്ടാവുള്ളൂ, സന്തോഷങ്ങൾ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? അതിന് റെസ്പെക്റ്റ് ഒരു വലിയ ഘടകം. എത്ര നമുക്ക് സ്നേഹം തോന്നിയാലും നമുക്ക് ഭയങ്കര നമ്മുടെ സ്വന്തമാണ് ഭർത്താവ്, നമ്മുടെ സ്വന്തം ഭാര്യ, നമ്മുടെ സ്വന്തമാണ്. ബട്ട് യു ഷുഡ് റെസ്പെക്റ്റ് ഈച്ച് അതർ. മനസ്സിലായോ? ആ റെസ്പെക്റ്റ് ഇല്ലാതെ ആക്കരുത്, എന്തും ആവാന്ന് വിചാരിക്കരുത്. യു ഷുഡ് നോട്ട് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു, അത് ഇംഗ്ലീഷുകാരുടെ ഒരു പ്രിൻസിപ്പിളാണ്. ഷുഡ് നോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും. മനസ്സിലായോ? ഓ അതെൻ്റെ അമ്മയല്ലേ അതിനെന്നെ, അങ്ങനെ വിചാരിക്കരുത്. അമ്മയാണെങ്കിലും അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. അത് അവൾ എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അവളെ ഇപ്പം ഞാനൊന്ന് സ്നേഹിച്ചില്ല എന്ന് വെച്ചിട്ട് എനിക്ക് അവളല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. അവൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം, അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അവളെ ആരെങ്കിലും മോശപ്പെടുത്താൻ ശ്രമിച്ചാൽ ശികാന്തം അതിനെ എതിർക്കണം. എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും മോശപ്പെടുത്തി പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. എന്ന് വെച്ചാൽ അവരോട് വഴക്കുണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു അതുപോലെ തന്നെ ഹസ്ബൻഡ് വന്നാലും മുതിർന്ന ഒരാൾ വന്നാൽ എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കണം. വൈഫ് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റ് കാണിച്ചിരിക്കണം. അവളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ആ ഭാര്യയുടെ മൊബൈൽ എടുത്ത് നോക്കുക എപ്പോഴും. അവളെ ആരൊക്കെ വിളിച്ചു നോക്കുക. അവളുടെ മുഴുവൻ ഹിസ്റ്ററി എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക. അത് അവളുടെ സ്വകാര്യതയല്ലേ, എന്തിനാ ഇങ്ങനെ പോയി ചെയ്യാൻ പോണേ? തിരിച്ച് എപ്പോഴും ആണുങ്ങളുടെ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങനെ പാടില്ല. ഞാൻ ആ ഫ്രീഡം കൊടുക്കണം എന്ന് പറഞ്ഞതിനോട് കൂട്ടി വായിക്കുക. യു ഷുഡ് റെസ്പെക്റ്റ് ഈച്ച് അതർ. നിങ്ങളെ അതിനെന്താ വേണ്ടേ, ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയോ? യു ഷുഡ് ആഡ് വാല്യൂസ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ചിന്തയിലൊക്കെ നിങ്ങൾ കുറേ മൂല്യങ്ങളെ അങ്ങ് കുത്തി നിറയ്ക്കണം. നമ്മളിതൊക്കെ ബോധപൂർവം ചെയ്യണം മക്കളെ, എന്നാലേ നമുക്കിതൊക്കെ ഇൻവൈബ് ചെയ്ത് വരുള്ളൂ. നമുക്ക് കരുണയുണ്ടാവണം മറ്റുള്ളവരോട്, നമുക്ക് സിമ്പത്തി ഉണ്ടാവണം, നമുക്ക് എമ്പത്തി ഉണ്ടാവണം. മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവിനാണ് എമ്പത്തി എന്ന് പറയണേ. എമ്പത്തറ്റിക്കലാവുക എന്ന് പറഞ്ഞാൽ എന്താ? തന്മയീഭാവം. വേറൊരാളുടെ ഷൂസിൽ, ഇപ്പോൾ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് വയ്യ, അപ്പോൾ അവൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഹസ്ബൻഡ് ചിന്തിക്കണം. ഹസ്ബൻഡിന് ഒത്തിരി ജോലി തിരക്കുണ്ട്, അപ്പോൾ എന്നെ എപ്പോഴും സിനിമയ്ക്ക് കൊണ്ടുപോകാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം, ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു, പുറത്ത് പോകാമെന്ന് പറഞ്ഞു, പക്ഷെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു, അയാൾക്ക് വരാൻ പറ്റിയില്ല, വഴക്കുണ്ടാക്കുക ഉടനെ. അങ്ങനെ ചെയ്യരുത്. യു ഷുഡ് ബി എംപത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. അതുവരെ മകൻ പ്രിയപ്പെട്ടവനായിരുന്ന ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ചെല്ലുമ്പോൾ ആദ്യം ചിലപ്പോൾ അവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. മകൻ ഈ ഭാര്യയെ സ്നേഹിക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതും അവളുണ്ടാക്കിയ ഒരു സാധനം ഒത്തിരി നല്ലതാണ്, ഇന്നേ വരെ ഞാനുണ്ടാക്കിയതവൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അമ്മയ്ക്ക് തോന്നുമായിരിക്കും. അപ്പോൾ അവർക്ക് തോന്നാത്ത രീതിയിൽ, അവർക്കൊന്നും തോന്നാത്ത രീതിയിൽ ബിഹേവ് ചെയ്യണം. അത്രയും നാളും വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ടുവന്നാൽ നേരെ കൊടുക്കണം അമ്മയുടെ കയ്യിലേക്കായിരിക്കും. ഭാര്യ വന്നു കഴിയുമ്പോൾ പിന്നെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് നാളും കൂടെയൊക്കെ അമ്മയുടെ കൊടുത്തിട്ടേ പതുക്കെ ഭാര്യയുടെ കയ്യിലേക്ക് പോകാവൂ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യരുത്, പതുക്കെ ചേഞ്ച് ചെയ്യാവൂ. എല്ലാത്തിനും ഒരു സമയം കൊടുക്കണം. നിങ്ങളും പെൺകുട്ടികളും അത് ശ്രദ്ധിച്ചോണം, അത് ഓർത്തോണം. You should not change your husband one fine morning. It should be a gradual process. പതുക്കെ. അതുപോലെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം. കഴിയുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി ആരോടും പറയണ്ട. മനസ്സിലായോ? നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം വിളമ്പണ്ട എന്നർത്ഥം. നമുക്ക് ചിലപ്പോൾ ഒരു പയ്യനെ ഇഷ്ടമായിരുന്നിട്ടുണ്ടാവാം, ആ ആൺകുട്ടിക്ക് ഒരു 2-3 പെൺകുട്ടികളോട് പ്രേമം തോന്നിയിട്ടുണ്ടാവാം. ദൈവത്തെ ഓർത്ത് ഈ പ്രേമകഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം മാഡം പറയണത് നമ്മൾ സത്യസന്ധരാവരുതെന്നാണോ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല.
നിങ്ങൾ അങ്ങോട്ട് ഇപ്പം ആ പെൺകുട്ടി നിങ്ങളോട് വളരെ സത്യസന്ധമായിട്ട് ഇങ്ങോട്ട് അതേ ചേട്ടാ എനിക്ക് ശരിക്കും ഒരു പ്രേമമുണ്ട്, എനിക്ക് കേൾക്കണ്ടെന്ന് പറയണം. ഇനി ആ ആൺകുട്ടിയാണ് നിൻ്റെ ചില ആൺപിള്ളേരുണ്ട് വളരെ കൃത്രിമത്വം വെച്ച് അവരുടെ കയ്യിൽ നിന്നെല്ലാം ഊറ്റിയെടുക്കും. അതൊക്കെ എന്നിട്ട് പിന്നെ പരയാവും. നിങ്ങളങ്ങ് പറഞ്ഞോണം, നമുക്കേ ഈ കാര്യം ഡിസ്കസ് ചെയ്യണ്ട. ഞങ്ങൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ ക്ലാസ് എടുത്ത ഒരു മാഡം പറഞ്ഞിരുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അയാളുടെ അറിയാൻ നിൽക്കരുത്, നിങ്ങളുടേത് അയാളോടും പറയണ്ടെന്ന്. അതൊക്കെ നമുക്ക് ദാറ്റ്സ് ഗോൺ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിഞ്ഞൂടാത്ത ആളുകളാണ് കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു വിവാഹമല്ല എങ്കിൽ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആൺപിള്ളേരെ കെട്ടിപ്പിടിച്ചും കൂടെ നിർത്തിയൊക്കെ എടുക്കണ ഫോട്ടോസൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണേ മക്കളെ. ഇതെല്ലാം ഞങ്ങൾ കാണുന്നതാണ്. കെട്ടുകണക്കിനാണ് കൊണ്ടുവരണേ. പഴയ വാട്സാപ്പ് ചാറ്റ്സും എല്ലാം പെറുക്കി എടുത്തുകൊണ്ട് വരണത്. ആരും ഇതൊന്നും ഞങ്ങളാരും ഇത് മുഴുവനൊന്നും വായിക്കാനൊന്നും ഒരു ജഡ്ജിക്കും നേരമില്ല, ഒരു വക്കീലിനും നേരമില്ല. പക്ഷേ പ്രൂവ് ചെയ്യാൻ വാശി വേറൊരാളുമായിട്ടുള്ള റിലേഷൻസ് മുഴുവനും പൊക്കിക്കൊണ്ട് അവിടെയൊക്കെ ബുദ്ധിപരമായി നിങ്ങൾ നിന്നോണം. കഴിയുന്നതും ഇത് വിളമ്പാൻ നിൽക്കരുത് കേട്ടോ. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളുടെ കൂടുതൽ സത്യസന്ധരാവാൻ പോകുമ്പോൾ ജീവിതം കുളമാവും. അതാണ് കണ്ടുവരുന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇനി വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ ജീവിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളോ അതിനു മുമ്പുള്ള കാര്യങ്ങളോ പറഞ്ഞ് കുത്തി നോവിക്കാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഈ കുത്തി നോവിക്കൽ. ഭയങ്കര ആനന്ദമാണ്, ഒരു താൽക്കാലിക ജയവുമാണ് ആ കാര്യത്തിൽ. ആരും കുത്തുവാക്കുകൾ പറയാതിരിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിച്ച് നോക്കൂ. കുത്തുവാക്ക് പറയാത്തവർ സ്ത്രീകൾ കുറവാണ്. പൊതുവെ സ്ത്രീകളാ കുത്തുവാക്ക് പറയാൻ നല്ല ബുദ്ധിയാണ്. പുരുഷന്മാർക്ക് അത്രയും പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും. ഞങ്ങൾ സ്ത്രീകൾ അതിന് വളരെ മിടുക്കരാണ്. റെയറായിട്ട് ആണുങ്ങളും അത് ചെയ്യാതിരിക്കുക. അതൊക്കെ കുറച്ചുകൂടെ ബന്ധങ്ങൾ അകലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഹോർമോണൽ ഇംബാലൻസസിനെ കുറിച്ച്. ആ ഹോർമോണൽ ഇംബാലൻസസ് ദേഷ്യത്തിലും മറ്റു കാര്യങ്ങളിലുമുള്ള ആ ദേഷ്യം പോലുള്ള വികാരങ്ങളെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ രീതി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ വെർബൽ എക്സ്പ്രഷൻ, നാക്കുകൊണ്ട് നമ്മൾ പറയണം, എനിക്ക് നീ ഉണ്ടാക്കി കൂട്ടാൻ എന്ത് ഇഷ്ടമാണ്, എന്ത് നല്ലതാ, അത് പറയാൻ പറ്റണം. നീ ഡ്രസ്സ് ഇട്ടിട്ട് നിനക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ട്. ഇതെല്ലാം എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് പ്രകടിപ്പിക്കാനുള്ള ഒരു രീതി നിങ്ങൾ അവലംബിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. യു ഷുഡ് നോട്ട് ഹാവ് എ 3-letter വേർഡ്, ദാറ്റ് ഈസ് ഈഗോ. ഈഗോ വന്നാൽ പോയി, നമ്മൾ പിന്നെ ഒട്ടും താഴത്തില്ല. എന്താ ഒന്ന് താഴ്ന്നു കൊടുത്താ, ഒന്ന് വിട്ടുകൊടുത്താ. ആ ഈഗോ എനിക്ക് വാക്ക് തരണം. നിങ്ങളിവിടെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വന്ന ഒരൊറ്റയാളും ഈഗോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ ആവോ? ആരും എന്താ പറയാത്തെ? ഈഗോ പാടില്ല കേട്ടോ. ഈഗോ പാടില്ല. ഈഗോ വേണ്ട നമുക്ക്. ഈഗോ നമ്മളിൽ വന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഇഞ്ച് പോലും നമ്മുടെ പെരുമാറ്റത്തിലൊരു താഴില്ല നമ്മൾ. അതുപോലെ അപ്പം ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടായ ഒരു റീസൺ. അടുത്തത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡർനെസ്സാണ്. നമ്മളറിയില്ല ഓരോരുത്തരെ കാണുമ്പോൾ ഇവരുടെ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കുറവുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു നിവൃത്തി നേടാനാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് കൂടുതലും ഞാൻ പറയാം ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന്, ആദ്യം ഞാൻ പറഞ്ഞില്ലേ സെക്ഷൽ അബ്യൂസ് ഏറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ പിരിഞ്ഞ് താമസിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്കൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർനെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, നല്ലോണം ജീവിക്കുന്ന അച്ഛനമ്മയുടെ മക്കൾക്കും ഉണ്ടാവും, ഇല്ലെന്നല്ല. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഡിസോർഡർനെസ് ഉള്ളവർക്ക് എപ്പോഴും സംശയമായിരിക്കും, ആരെയും വിശ്വാസം ഉണ്ടാവില്ല.
ഇപ്പം തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ തലക്കിൽ ഫോൺ എൻഗേജ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവള് വേറെ ആരോടോ സംസാരിക്കുന്നുണ്ട്. രാത്രി 2 മണിക്ക് ഇവൾ ഓൺലൈനാ, ഇതെന്തോ പ്രശ്നം, ആരോടോ ചാറ്റ് ചെയ്യുകയാണ്. അതനുസരിച്ച് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ആണായാലും പെണ്ണായാലും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ വേണ്ടാന്ന് വയ്ക്കുക. ബിക്കോസ് അതൊരു ഡിസോർഡർനെസ്സാണ്. സംശയരോഗം അതൊരു രോഗമാണ്. അത് മെഡിസിൻ കഴിക്കേണ്ട ഒരു രോഗമാണ്. അതൊരു ഡിസോർഡർനെസ്സാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണേ? തലച്ചോറിൻ്റെ അകത്തെ രാസപ്രക്രിയകളുടെ ഒരു ചെറിയ ഇംബാലൻസ് കൊണ്ടാണ് അങ്ങനെ വരണേ. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ. കൂടുതൽ വൃത്തി ചിലർക്ക്, എല്ലാവർക്കും വൃത്തി വേണം, പക്ഷേ ഒരു 10 പ്രാവശ്യമെങ്കിലും ബാത്റൂമിൽ പോയാൽ വാഷ് ചെയ്യണം. അത് ഒബ്സസീവാണ്. കൈ കഴുകണം, ഒരു 10 പ്രാവശ്യമെങ്കിലും കൈ കഴുകുക. സോപ്പിട്ട് കൈ കഴുകി കൈ സോഫ്റ്റായിട്ടായിരിക്കണേ. അത് ഒബ്സസീവ് ഡിസോർഡർനെസ്സാണ്. പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ, ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതി, നമ്മളെന്താ പറയുക, നാഗവല്ലി പോലെ ആവും പറയില്ലേ, ഇതുപോലെ തന്നെ പുരുഷനും ആവും. ഇതെല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ബൈപോളാർ ഡിസോർഡർ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ബൈപോളാർ ഡിസോർഡറിനോ അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡറിനോ ഒക്കെ മെഡിസിൻസ് കഴിക്കുന്നത് ഇറ്റ്സ് വെരി കോമൺ ആവും. ഇത് വളരെ കോമൺ ആണ്. ഇപ്പം മരുന്ന് നിർത്തിയാൽ, അതായത് ഡോക്ടർ പറയാതെ മരുന്ന് നിർത്തിയാൽ ഈ സ്വഭാവം പിന്നെ പൊങ്ങി വരും. അപ്പോൾ പോട്ടെ, ഇനി കല്യാണം കഴിഞ്ഞു എന്നിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടി മരുന്ന് കഴിക്കണില്ല. ഈ പയ്യൻ പതുക്കെ ഹലൂസിനേഷൻസ് എന്ന് പറയും. അതായത് ഉള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നുക. രാത്രി ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു എന്നും അവിടെ പോയി ആരെയോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് ഇയാൾക്ക് തോന്നുക. ശരിക്കും അയാൾക്ക് തോന്നുക. അയാൾ വയലൻ്റ് ആവും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവില്ല, ഇവളെന്താ ഈ കാണിക്കണമെന്നാണ് തോന്നുക. ഈവൻ വീട്ടിൽ പാല് കൊണ്ടുതരുന്ന പാലുകാരനെയും പച്ചക്കറി കൊണ്ടുവരുന്ന പച്ചക്കറി കടക്കാരനെയും മീൻകാരനെ വരെ സംശയിക്കുന്ന പുരുഷന്മാരുണ്ട്, സ്ത്രീകളും ഉണ്ട്. തിരിച്ച്, നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കിയത്, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കണത്, നിങ്ങൾ അവളെ കാണാനല്ലേ ആ ജനലിൻ്റെ അവിടെ എപ്പോഴും പോയി നിൽക്കുന്നത്, നിങ്ങളെന്താ അങ്ങനെ ചെയ്യണത്, നിങ്ങളെ എനിക്കറിയാം, ആ ജോലിക്കാരി വരുമ്പോൾ നിങ്ങളെന്തിനാ ഈ ഓവറായിട്ടുള്ള ഇങ്ങനെ സ്വസ്ഥത കൊടുക്കാത്ത സ്വഭാവം അല്ലത്, അതൊരു രോഗാവസ്ഥയാണ്. അതിനെന്ത് ചെയ്യണം? വളരെ നല്ല വാക്ക് പറഞ്ഞ് ആ കുട്ടിയെ ഒരു ഡോക്ടറെ കാണിക്കാൻ നോക്കുക. ആ കുട്ടിയുടെ പാരൻസിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് ചികിത്സിച്ചാലേ ഇത് മാറുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ കുട്ടി നേരത്തെ മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഉടനെ ആ കുട്ടിയെ ഉപേക്ഷിക്കുകയാണോ ചെയ്യുക? അല്ല, അത് മരുന്നുകൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ ഇത് കുഴപ്പമുണ്ടാക്കണമാണോ? നിങ്ങൾക്ക് തീരെ പറ്റില്ല, നിങ്ങൾ കളയാം, ഓക്കെ. അല്ലാത്തതൊക്കെ കുറേ മെഡിസിൻ കൊണ്ട് ആ ബാലൻസ്ഡ് ആക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതായത് ദേഷ്യം നിയന്ത്രിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കാം, ഡിപ്രസീവ് ഡിസോർഡർനെസ് അതുകൊണ്ടായിരിക്കാം. ഇതുപോലുള്ള എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാം, കളവ് ചിലരേ ഹണിമൂണിന് പോയിട്ട്, എന്നോടൊരു ആൺകുട്ടി പറഞ്ഞ, ഹോട്ടലിൽ ചെന്നിട്ട്, യൂറോപ്പിൽ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ആ പെൺകുട്ടി ആ റൂം, അവിടെയൊക്കെ 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടൽ പോലെ എല്ലാ ഹോട്ടൽസും, അവിടെ ഫ്രിഡ്ജിൽ പല ഡ്രിങ്ക്സ് ഉണ്ടാവും, പല സാധനങ്ങളുണ്ടാവും, ഈവൻ നമുക്ക് കുക്ക് ചെയ്യാനുള്ള യൂട്ടൻസിൽസ് വരെ ഉണ്ടാവും. ഈ കുട്ടി കത്തി, നൈഫ്, ഫോർക്ക്, ഗ്ലാസ് എല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റും. ഹോട്ടലിൽ പോയാൽ ഈ റൂമിലിരിക്കുന്ന എല്ലാ സാധനവും പെട്ടിയിലെടുത്തിടും. ഇവൻ കാണാതെ, ഇവൻ വളരെ ശ്രദ്ധിച്ചാലും ഇവൻ കാണാതെ എടുത്തിടും. നമ്മൾ ചെക്കൗട്ട് ആവണതിന് മുമ്പേ അവർ നോക്കും എന്തൊക്കെ അവിടെ ഉണ്ടെന്ന്. എല്ലാം പെട്ടിയിൽ നിന്ന് തിരിച്ചവിടെ പെറുക്കി എടുത്ത് വെപ്പിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൈസ മേടിക്കും. ഇത് കഴിഞ്ഞ് പിന്നെ ഈ പയ്യന് മനസ്സിലായി, ഈ പെൺകുട്ടി വീട്ടിലും പലതും വീട്ടിൽ നിന്നും പോകുന്നുണ്ട് സാധനം. ഇത് എവിടേക്ക് പോകുന്നു എന്ന് ഈ പയ്യന് മനസ്സിലാവുന്നില്ല. സ്വർണം കാണാനില്ല എന്ന് പറയുക. എന്നിട്ട് ഈ കുട്ടി എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവനെ അറിയില്ല. അവൻ പറഞ്ഞു എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന്. 5 പവനുള്ള മാലയൊക്കെ കാണാനില്ലെന്നങ്ങ് പറയുക. വേറെ ആരും എടുത്തു എന്ന് പറയുക. നമ്മുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ പോവുക. അതൊരു മാനസിക പ്രശ്നം.
അപ്പോൾ അത് നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഗുണം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. നമ്മളൊരു സോഷ്യൽ ബീയിങ് അല്ലേ. നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് നമുക്കറിയാം, ഹോസ്റ്റലിലൊക്കെ താമസിച്ചവർക്ക് ഇത് ശരിക്കും ഈ പരിപാടിയുണ്ട്. പുതപ്പൊക്കെ എടുത്തുകൊണ്ട് പോകും. എനിക്കറിയാം, ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട് ഇതൊക്കെ. നല്ല പുതപ്പൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് കളയും. നമ്മൾ അറിയുക പോലും ഇല്ല. ഇവർ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം അവരുടെ വീട്ടിൽ പോയി നമ്മൾ റെയ്ഡ് നടത്തുവാണോ. അപ്പോൾ അതൊരു മാനസിക പ്രശ്നമാണ്. അതെല്ലാം അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങളതിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാൻ മടി വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? സംശയരോഗമൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. സംശയം എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കൂടെ എങ്ങനെ ജീവിക്കും? നമുക്ക് എന്ന് വെച്ചാൽ റിലേഷൻ കളയാൻ പറ്റൂ. അപ്പോൾ അത് മെഡിസിൻ കൊണ്ട് അത് നിവർത്തി നേടാൻ പറ്റും. കോളിംഗ് ബെൽ അടിച്ചിട്ടേ ഡോറ് തുറക്കാൻ വൈകിയാൽ പുറകിൽ കൂടെ ആരെയോ പറഞ്ഞു വിടാനാണ് വൈകിയതെന്ന് പറയുന്ന ആണുങ്ങളുടെ കഥകൾ കോടതിയിൽ വരാറുണ്ട്. എന്ത് ചെയ്യും ഒരു പെണ്ണ്? ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. ഈ പറയുന്നതെല്ലാം ഒരുപോലെ ബാധകം എല്ലാവർക്കും. സോ മെഡിസിൻ കഴിക്കേണ്ട. പിന്നെ അടുത്തത്, ഹോമോസെക്ഷുവാലിറ്റി ഇപ്പോൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഗേ ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുറവ് നികത്തിയിട്ടേ വിവാഹം കഴിക്കാവൂ. അത് നികത്താൻ പറ്റാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കരുത്. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ് വരെ ഉണ്ട് നമ്മുടെ ഇടയിൽ. നമുക്ക് മനസ്സിലാവില്ല അവരെ. സുന്ദരികളായ ആണുങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്നെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് പോവരുത്. നമ്മളുടെ അങ്ങനെയുള്ള ഒരു ഫ്രിഡ്ജിഡാണ് ഞാനെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്. ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ആൺകുട്ടി റൂമിലേക്ക് വരുന്നില്ല. ഇവനെപ്പോഴും ടി വി നോക്കിക്കൊണ്ടിരിക്കുക, ലാപ്പിൽ എപ്പോഴും ജോലിയാണ്, റൂമിലേക്ക് വരുന്നില്ല. ഹീസ് ഹാവിങ് പ്രോബ്ലം. പെൺകുട്ടി വൈകുന്നേരത്തോടു കൂടി ഭയങ്കര ഗ്യാസാ, എനിക്കിന്ന് തീരെ വയ്യ, രാത്രിയോടുകൂടി കിടപ്പാവും. പിറ്റേ ദിവസം തലവേദന, 3rd ഡേ ആയപ്പോൾ എനിക്ക് ഹോം സിക്നെസ്. 4th ഡേ അവരുടെ വീട്ടിലേക്ക് പോണു. അവരുടെ വീട്ടിലേക്ക് പോയാൽ പിന്നെ ഈ ആൺകുട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നേ ഇല്ല അവനെങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെയുള്ള പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പേ മനസ്സിലാവും അവളുടെ കുറവ്. അറിയാൻ പറ്റും. നമുക്കറിയൂടെ നമ്മുടെ കുറവുകൾ ഇല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അറിയില്ലേ? നമ്മളെ ഒരാൾ ഒരു 100 അടി അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്കറിയില്ലേ? അത് ഞാൻ ചോദിക്കട്ടെ. നമ്മളെ ഒരാൾ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് അറിയാൻ പറ്റും. അതാണ് മനുഷ്യൻ്റെ ഒരു ശക്തി, മനസ്സിൻ്റെ ഒരു ശക്തി. അപ്പം നമ്മളുടെ ഇങ്ങനെയുള്ള കുറവുകളെല്ലാം ഞാൻ എൻ്റെ അടുത്ത് വന്നൊരു ഡോക്ടറുടെ കേസ് ഞാൻ പറയാം. ആ കുട്ടി, എൻ്റെ അടുത്ത് വന്ന കുട്ടി, എൻ്റെ കക്ഷി ഒരു ഡെൻറ്റിസ്റ്റായിരുന്നു. അതിൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. മിടുക്കൻ എന്ന് പറഞ്ഞാൽ അവനെ കണ്ട ആരും ഇങ്ങനെ ഒന്ന് പിടിച്ചു. അത്ര സുന്ദരക്കുട്ടനാണ്. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുട്ടി വെളിയിൽ വളർന്നതാണ്, ബഹ്റിനിലോ അങ്ങനെ എന്തോ കൺട്രിയിൽ വളർന്നതാണ്. കോളേജ് മെഡിസിൻ പഠിക്കാൻ, ഈ BDS പഠിക്കാൻ മാത്രം നാട്ടിൽ വന്നൊരു കൊച്ചാണ്. അപ്പോൾ ഈ കുട്ടി ആദ്യം എന്നോട് പറഞ്ഞു, മാഡം എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, എനിക്കൊരു ഡൈവോഴ്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഇത് ഇത്രയും നാളല്ലേ ആയിട്ടുള്ളൂ, 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പം അതിനുള്ള ടൈം ആയിട്ടില്ല. കുട്ടി എങ്ങനെയെങ്കിലും ഇപ്പം എല്ലാവരോടും പറയണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കൂ, ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. അയ്യോ ഇല്ല മാം, അത് പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്നോട് ആദ്യം പറഞ്ഞത്. അവരുടെ വീട്ടിൽ വൃത്തിയില്ല, ബാത്റൂമിലെ ബക്കറ്റിൽ കീടാണു എന്നൊക്കെ പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആ കുട്ടി എന്നോട് പറഞ്ഞു, മാഡം, ആ പാരൻസ് മാറി നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം, ഹീ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ്, വി ക്യാൻ നെവർ ഹാവ് എ ചൈൽഡ്, സോ പ്ലീസ് സേവ് മീ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ കുട്ടി പാരൻസിൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ് ഇവർ ഭയങ്കര പൈസക്കാരാണ്, ഇവർ രണ്ടുപേരും ഭയങ്കര റിച്ച് ആയിട്ടുള്ളവരാണ്. പോലീസിൽ ഒരു പരാതി കൊടുത്തു ഈ പെൺകുട്ടി. അത് കൊടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വരണേ. അല്ല സോറി കേട്ടോ, അത് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞില്ല. ആദ്യം ഈ കീടാണുവിൻ്റെ കഥയൊക്കെ പറഞ്ഞാണ് ഇരുന്നിരുന്നത്. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഈ പെൺകുട്ടി 498 ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വരണേ.
എൻ്റെ അടുത്ത് വന്ന് ആദ്യം പറഞ്ഞത് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും DYSPമാർ 2 പേര് ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടു. എന്നിട്ട് നമുക്കൊരു ചർച്ചയ്ക്ക് വെക്കാമെന്നും പറഞ്ഞ് കോട്ടയം പോലീസ് ക്ലബ്ബിൽ ആലോചിക്കണം, ഇത്ര റിച്ചായിട്ടുള്ള ആളുകളാണ് അവരെന്നും കൂടെ ചിന്തിക്കണം. 2 DYSPമാരും ആ ആൺകുട്ടിയുടെ വക്കീലും ഞാനും പെൺകുട്ടിയും ഈ ആൺകുട്ടി. ഇപ്പോൾ ഇവരൊക്കെ വെളിയിൽ, ഈ പയ്യനും വെളിയിലൊക്കെ വളർന്നതൊക്കെയാണ്. ഇങ്ങനെ ഇരുന്ന് ഈ പയ്യനും വന്നു നാട്ടിൽ, ഫ്രാൻസിലോ മറ്റായിരുന്നു അപ്പോൾ ആ പയ്യൻ അന്ന് പഠിക്കുന്നത്. പയ്യൻ നാട്ടിൽ വന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പം ഈ 2 DYSPമാരും പറഞ്ഞു, കൊച്ചു കൊഞ്ഞു പെണ്ണല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ് കൊച്ചേ എന്ന് പറഞ്ഞു. ഒരു DYSP. ഈ പെൺകുട്ടി ചാടി അങ്ങോട്ട് എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചു. ഞാനും അപ്പോഴേ അറിയണേ, അങ്ങനെയാണ് സംഭവം, ഞാനും അപ്പോഴേ അറിയണേ ഇങ്ങനൊരു കഥ ഇതിൻ്റെ പുറകിലുണ്ടോയെന്ന്. ഈ കുട്ടി വൃത്തിയില്ല, മറ്റേ കഥയും മറിച്ച കഥയൊക്കെ അല്ലേ എന്നോട് പറഞ്ഞത്. ഇത് ഇതിൻ്റെ പാരൻസിനോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു കാര്യം. ഈ പയ്യൻ ഇത് കേട്ട വഴിയുണ്ടല്ലോ, തല ഇങ്ങനെ കുനിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് പറഞ്ഞത് ശരിയാണ്. DYSPമാർ 2 പേരും ശബ്ദം മിണ്ടിയിൽ നിർത്തി. അവൻ്റെ വക്കീലും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അത് നോട്ട് സെറ്റിൽഡ്, 2 പേരും 2 വഴിക്ക് പോയി. ഞാനുള്ള കാര്യം പറഞ്ഞ് വിവാഹ സാധുവാക്കാൻ കേസ് കൊടുത്തു. കേസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോസ്റ്റിങ്ങിന് കേസിൻ്റെ ഈ പയ്യൻ്റെ അച്ഛൻ കോടതി വന്നു. പയ്യൻ അപ്പോഴേക്കും തിരിച്ച് ഫ്രാൻസിൽ പോയി. ഈ പയ്യന് അതിൻ്റെ പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരുന്നു അച്ഛന്. അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, മാഡം ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാമോ, എൻ്റെ മകൻ്റെ കുറവ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മാഡം. പിന്നെ അവൻ എന്നോടത് കൺഫസ് ചെയ്തു, നമുക്കിത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാം, ഞങ്ങൾ അവരോട് മേടിച്ച ഡൗറിയൊക്കെ തിരിച്ചു കൊടുത്തേക്കാം. ശരിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കക്ഷിയോട് പറഞ്ഞു, അയാൾ പോട്ടെ, അവർ നിങ്ങളോട് മേടിച്ച പൈസയൊക്കെ തിരിച്ചു തരും, നമുക്കൊരു വർഷം കഴിയുമ്പോൾ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് പിരിയാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ കഥ മുഴുവനും ആ ഓർഡറിൽ വരും. എൻ്റെ ജീവിതം ഇതാക്കണ്ടെന്ന് വിചാരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും 1 വർഷമായി, ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് പിരിഞ്ഞു. എന്നാലോചിക്കുക, ഈ പയ്യനിതറിയാലോ, ഇവനിതറിയാലോ. എത്ര കേസുകളിലാണ് ഈ ഇറക്ഷൻ പ്രോബ്ലം ഉള്ളവർ, ആൺകുട്ടികൾ, ഇമ്പോർട്ടൻസി ഉള്ള ആൺപിള്ളേരെല്ലാവരും പെൺകുട്ടികളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് തിരിച്ചും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ് അല്ലേ? ഇനി ഈ വിഷയം നമുക്ക് പറയണ്ട. ഇത് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലിരിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഇതുപോലുള്ള കുറവുകളുള്ളവർ, അതായത് ഹോമോസെക്ഷലായിട്ടുള്ളവർ, ഗേ ആയിട്ടുള്ളവർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ, ഫ്രിജിഡിറ്റി ഉള്ള പെൺകുട്ടികൾ എല്ലാവരും വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മത്തിലേക്ക് കടക്കും മുമ്പ് ആ കുറവുകൾ പരിഹരിക്കത്തക്കതാണോ എന്ന് ഒരു വിദഗ്ധ കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം, അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാവൂ. അത് പറ്റാത്തവരാണെങ്കിൽ അതിന് നിൽക്കരുത്. ഓക്കെ. ഇനി ആഡംബര ജീവിതത്തോടുള്ള ആർത്തി, ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും, ഇതിനൊന്നും പെണ്ണെന്നോ ആണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു അലമാരി നിറയെ ഷൂസ് മേടിച്ച് വെക്കുന്ന പുരുഷന്മാർ, ഒരു അലമാരി നിറയെ പെർഫ്യൂം മേടിച്ച് വെക്കുന്ന പുരുഷന്മാർ. എനിക്കറിയാവുന്ന ഒരു കേസിൽ എതിർകക്ഷി ഇമ്പോർട്ട് ലൈസൻസ് എടുത്തേക്കണു അണ്ടർ ഗാർമെൻറ്റ്സ് വാങ്ങിക്കാൻ. അയാൾ ഒരു വിമനൈസറാണ്, എന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള വട്ടുകളുള്ള മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് അയാൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആ കുട്ടി എന്നോട് പറയും, ഒരു കുത്തുള്ള ഒരു കമ്മൽ എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയാൽ മാഡത്തിന് കാണാം, വാർഡ്രോബ് മുഴുവനും, ഒരു ഭാഗം മുഴുവനും ഷൂസാണ് അയാളുടെ. വിവിധ രാജ്യങ്ങളിലെ കൊച്ചുങ്ങൾ മര്യാദയ്ക്കാണോ സ്കൂളിൽ പോകണമെന്ന് അവനെ അന്വേഷിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ആഡംബര ജീവിതത്തോടുള്ള അമിതമായ ആർത്തിയാണ്. അത്രയില്ലെങ്കിൽ പോലും ആഡംബര ജീവിതത്തോടുള്ള ആർത്തി പാടില്ല. ഇനി പെൺകുട്ടികളോട് ഞാൻ പറയാം, നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ബോറടിക്കും നിങ്ങൾക്ക്. ഇതുവരെ നല്ലതായിട്ട് പോയി, ഇനി അത് കുഴപ്പമാവരുതല്ലോ. യു ഷുഡ് നോ ഹൗസ് കീപ്പിംഗ്. അതിൻ്റെ അകത്ത് നിങ്ങൾ തുല്യത, ആണിന് തുല്യരല്ലേ മാം, പെണ്ണിന് ഇപ്പം ഞാൻ പറയാം, എൻ്റെ മോൻ മാരിഡാണ്, എൻ്റെ മോളും മാരിഡാണ്. എൻ്റെ 2 ഇൻലോസും, ഞാൻ എൻ്റെ ഇപ്പം ഇത് പറയുമ്പോൾ നമ്മളതും കൂടെ കൂട്ടി പറയണമല്ലോ. എൻ്റെ മോനും നല്ലതായിട്ട് കുക്ക് ചെയ്യും, എൻ്റെ സണ്ണിൻലോയും നല്ലതായിട്ട് കുക്ക് ചെയ്യും. അപ്പം എനിക്കറിയാം ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് കുക്കിംഗ് അറിയാം, പെൺകുട്ടികൾക്കും അറിയാം എന്നൊക്കെ. പക്ഷേ ഞാൻ ഇത് പെൺകുട്ടികളോട് മാത്രമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസം നിങ്ങളിതിന് മാറ്റി വയ്ക്കണം. വിവാഹത്തിന് മുമ്പ്
നിങ്ങൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ക്ലാസ്സിൽ പോയി ചേരണം. യു ഷുഡ് നോ ഹൗ ടു മേക്ക് എ കേക്ക്, ഹൗ ടു മേക്ക് എ പുഡിംഗ്, ഹൗ ടു മേക്ക് എ ഫ്രൈഡ് റൈസ്, ഹൗ ടു മേക്ക് ചിക്കൻ. നല്ല ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ, വെജിറ്റേറിയൻ ഒരു പൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയണം, ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയണം, വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ടാക്കാൻ അറിയണം. നമ്മുടെ തനതായ സാമ്പാറും പുളിശ്ശേരിയും അവിയലും മെഴുക്കുവരട്ടിയും തോരനും വെക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം വിവാഹത്തിന് മുമ്പ്. ഇതെന്താ ഞാൻ പറയണേ അറിയോ? ദ വേ ടു എ മാൻസ് ഹാർട്ട് ഇസ് ത്രൂ ഹിസ് സ്റ്റൊമക്ക്. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറാവുന്ന ഏറ്റവും എളുപ്പമായ വഴിയാണ് അവൻ്റെ വയറ്. നല്ലൊരു കൂട്ടാനുണ്ടാക്കുമ്പോഴും നല്ലൊരു ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക, അപ്പോൾ കാണാം, അപ്പോൾ അനുഭവിക്കുക അതിൻ്റെ സന്തോഷം. വീട് വൃത്തിയാക്കിയിടാൻ, അതൊക്കെ നമ്മുടെ ഒരു പ്രിവിലേജായിട്ട് കണക്കാക്കണം. ഇതൊക്കെ എൻ്റെ ജോലിയാണോ? ഇത് എൻ്റെ മാത്രം ജോലിയാണോ? പുരുഷനും ഇതിന് തന്നെ തുല്യതയില്ലേ, ഇക്വാലിറ്റി ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് ഞാൻ സന്തോഷമായി ജീവിക്കാനുള്ള ചില പോംവഴികൾ പറഞ്ഞു തരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിന് എളുപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്ന ഒരു വീട് നല്ലതായിട്ട് ഒരുക്കിയിടുമ്പോൾ, ഒരു ഷീറ്റ് വിരിക്കാൻ, ഒരു ഗാർഡൻ, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ചില വീടുകൾ കണ്ടിട്ടില്ലേ, ഈ കുട്ടികൾ അരഞ്ഞാണം കെട്ടാതെ അല്ലെങ്കിൽ ചില കൊച്ചു കുട്ടികൾ ഉടുപ്പിടാതെ നിൽക്കണ പോലെ ചില വീടുകളുടെ ഫ്രണ്ട് ഒരു ചെടി ഉണ്ടാവില്ല, ബെയർ ലാൻഡായിട്ട്. ചില വീടുകളിൽ ചെന്നിട്ടുണ്ടോ, നിറയെ ആ വീട്ടിലെ സ്ത്രീയുടെ കഴിവും സന്തോഷവും അവളുടെ എല്ലാം ആ വീടിൻ്റെ പുറത്ത് പ്രതിഫലിക്കും. ഡ്രോയിങ് റൂമിലേക്ക് കയറുമ്പോൾ ആ വീട് ഒരുക്കിയിട്ടേക്കണ കണ്ടറിയാം ആ വീട്ടിലെ അമ്മ മിടുക്കിയാണ്. അത് അമ്മമാരങ്ങനെ ആയാലും ആ വീടങ്ങനെ. അതുപോലെ പെൺകുട്ടികളുടെ മിടുക്കനുസരിച്ചിരിക്കും, കഴിവനുസരിച്ചിരിക്കും ഒരു വീട് നല്ലതായിട്ട് പോകുന്നത്, ആ വീട് ഒരുക്കിയിടുന്നത്. അതിലൊക്കെ നമ്മൾ ആനന്ദം കണ്ടെത്തിയാലേ ഇതൊക്കെ സന്തോഷമുള്ളൂ കേട്ടോ. ഇതല്ലാതെ ഇത് ഭർത്താവിൻ്റെയും കൂടെ ജോലിയല്ലേ, ഞാൻ മാത്രം എന്തിനാ ചെയ്യണേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതൊന്നും നമ്മളെ ഏശില്ല. നേരെ മറിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ പാരൻസ് വരുമ്പോൾ, നിങ്ങളുടെ അച്ഛനമ്മമാർ വരുമ്പോൾ തന്നെ ദേ വിൽ ഫീൽ പ്രൗഡ് ഓഫ് ദെയർ ഡോട്ടർ. ഇൻലോസിനെയൊക്കെ വിടും. നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ അമ്മാവൻ, അമ്മ, അയ്യോ അവള് മിടുക്കിയാണല്ലോ, ഇവള് ഇത്രയൊക്കെ അവൾക്ക് അറിയാമായിരുന്നോ എന്ന് മറ്റുള്ളവരെ കൊണ്ട്, എൻ്റെ പൊന്നു മക്കൾ ഇവിടെ ഇരിക്കണേ പെൺകുട്ടികളെല്ലാവരും അങ്ങനെ വേണം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇവള് മിടുക്കിയ, ഇവൾക്ക് നല്ലതായിട്ട് ജീവിക്കാൻ അറിയാം, ഇവള് നല്ലതായിട്ട് വീട് കൊണ്ടുപോകണു, ഹൗ നൈസ്ലി ഷീ കുക്സ്, ഹൗ നൈസ്ലി പറയിപ്പിക്കണം. മനസ്സിലായോ? പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ്, പല അട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിലൊന്നും നിങ്ങൾ അട്രാക്റ്റഡ് ആവരുത്. ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കുറിച്ചിട്ടേക്കണം. എന്തെങ്കിലും അട്രാക്ഷൻസ് വന്നാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങളുടെ ലൈഫ് സ്പോയിലാവും. ഒന്നാമത്തെ കാര്യം, ഈ മൊബൈല്, എവറിത്തിങ് യു ഡു ഇൻ ദ നെറ്റ് ഈസ് രജിസ്റ്റേർഡ്, ഇറ്റ് ഈസ് ദെയർ. ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല മൊബൈലിൽ. ഇതെല്ലാം പിടിക്കപ്പെടും. എന്തിനാ അതിന് പോണത്? ജീവിതം ദുരിതമാവും. താൽക്കാലിക സുഖം മാത്രമേ അതുകൊണ്ട് കിട്ടുള്ളൂ. സോ ഡോണ്ട് ഗോ ആഫ്റ്റർ സച്ച് റിലേഷൻഷിപ്സ്. പിന്നെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയണു, ഞാനും ഒരു അമ്മയാണ്, എന്നാലും ഓവർ ഇൻ്റർഫിയറൻസ് ഓഫ് മദേഴ്സ് പല റിലേഷൻസും സ്പോയിലാവുന്നുണ്ട് സമൂഹത്തിൽ. ഇത് പറയാനുള്ളൊരു ആധികാരികത എനിക്കുണ്ട്. ബിക്കോസ് ഞാൻ കോടതിയിൽ കാണുന്ന കാര്യമാണ് ഞാൻ പറയണേ. 25 തവണ ഒരു ദിവസം മകളെ വിളിക്കും. എന്തിനാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരോട് അച്ഛന്മാരോടും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് മതി. അങ്ങനെ പാടുള്ളൂ മക്കളെ, അതല്ലെങ്കിൽ ദോഷം ചെയ്യും നിങ്ങൾക്ക്. നമുക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരുമോ? നമ്മൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ. പക്ഷേ ലൈഫിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും ചിലപ്പോൾ അമ്മയുടെ കൂടുതൽ സ്നേഹം കൊണ്ടായിരിക്കാം. ഇന്ന് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് പറയണം. ഇങ്ങനെ ഒരു മാഡം വന്ന് ക്ലാസ് എടുത്തു, ആ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഫോൺ ചെയ്യരുത് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എൻ്റെ കാര്യം എന്താവുമെന്ന് അങ്ങ് പറഞ്ഞേക്കണം. എപ്പോഴേ വിളിപ്പിക്കരുത്. വിളിച്ചാൽ അത് ദോഷം അവർ നിങ്ങൾക്ക് ഒരു തെറ്റും പറഞ്ഞു തരത്തില്ല, ഒരു ദോഷവും പറഞ്ഞു തരത്തില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടും ഹസ്ബൻഡിൻ്റെ വീടുമായിട്ടും അറ്റാച്ച്ഡ് ആവില്ല. നിങ്ങൾ നിങ്ങളുടെ വൈഫുമായിട്ടും വൈഫിൻ്റെ ആളുകളുമായിട്ടും അറ്റാച്ച്ഡ് ആവില്ല ഈ വിളികൾ കൂടുതൽ വന്നാൽ.
നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വിവാഹത്തിന് ശേഷം ഒത്തിരി തവണ വിളിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊരു വക്കീലിനെ കാണേണ്ട ഗതികേട്ടിലേക്ക് പോകും. സോ അവോയ്ഡ് സച്ച് കോൾസ്. നിങ്ങൾക്ക് അരി ഉഴുന്നും എത്ര ഇടണോ, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂട്യൂബ് നോക്കി അതിൻ്റെ അകത്ത് കാണാം. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് എത്ര വിസിൽ വരണം അതിന്, ഇതൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. തീർത്തും അമ്മയുടെ തന്നെ സ്റ്റൈല് വേണം നോക്കും. അതൊക്കെ പഠിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. നിങ്ങൾക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാൻ അവിയലാന്ന് വിചാരിക്കൂ. അമ്മയുടെ ഇന്ന് പഠിച്ച് അത് എഴുതിക്കൊണ്ട് വേണം അന്യരാജ്യത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ. കല്യാണത്തിന് ശേഷം യു ഷുഡ് ഹാവ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്, യു ഷുഡ് ഹാവ് ഓൺലി എ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. പിന്നെ പിശുക്ക് പുരുഷന്മാരോട് പ്രത്യേകം ഞാൻ പറയണു, ആൺകുട്ടികളോട് കൂടുതൽ പിശുക്കന്മാരാവരുത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ നിന്ന് അകന്നു പോവും. പൈസയ്ക്ക് കണക്ക് വേണം, എക്കണോമിക് മെച്യൂരിറ്റിയൊക്കെ വേണം. പക്ഷേ കൂടുതൽ പിശുക്കായാൽ, കൂടുതൽ പൈസയ്ക്ക് കണക്ക് പറഞ്ഞാൽ അത് വ്യക്തിബന്ധങ്ങളെ ബാധിക്കും. ഇനി ഇവിടെ വിവാഹം നിശ്ചയം കഴിഞ്ഞവർ കൂടാതെ കല്യാണം കഴിക്കാത്തവരുണ്ട്. കല്യാണം കഴിക്കാത്തവരോട് ഞാൻ പറയാം, ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ ആളുടെ സൗന്ദര്യമോ വർത്താനം പറയുന്ന ആ ചടുലതയോ ഒന്നുമല്ല ഫാക്ടർ. അതിലെ ഫാക്ടർ അവന് എഡ്യൂക്കേഷനുണ്ടോ, സാമ്പത്തിക ഭദ്രതയുണ്ടോ, അതൊരു വലിയ ഫാക്ടറാണ്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ ജീവിച്ച ഒരാൾക്ക് ഒരു നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ ജീവിക്കുന്ന ഒരു വീട്ടിൽ പോയി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മക്കളെ. നമ്മുടെ ഒരേ നിലയിലുള്ളവരുമായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ബന്ധം. ഒരിത്തിരി കൂടെ ഉയർന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒത്തിരി താഴെ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ വിദ്യാഭ്യാസത്തിനോടൊപ്പം നമ്മളുടെ അതേ ധനസ്ഥിതിയാണോ നോക്കണം. ഇനി നമ്മളെക്കാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും ബുദ്ധിമുട്ടാണ്. അവർക്ക് നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ രീതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാസ്റ്റ്, മറ്റൊരു കാസ്റ്റിനെ തിരഞ്ഞെടുത്ത് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ ജീവിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഓരോ ജാതിക്കും ഒരു സംസ്കാരമുണ്ട്. സംസ്കാരങ്ങൾ തമ്മിൽ ഒത്തുപോകാതെ വരുമ്പോൾ വക്കീലിനെ കാണേണ്ട ഗതികേടിലേക്ക് പോകും. ആദ്യം നല്ല സന്തോഷമാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് അപ്പം ചോദിക്കും, ഒരേ കാസ്റ്റിലുള്ളവർ പോലും രണ്ട് സംസ്കാരത്തിൽ ജീവിക്കുന്നവരുണ്ട് ഇല്ലേ? നമുക്ക് അറിഞ്ഞൂടെ? നമ്മുടെ നാട്ടിൽ ഒരേ കാസ്റ്റാ, പക്ഷേ ഡിഫറെൻ്റാണ് വീട്ടിലെ സാഹചര്യം. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സാണ് നമ്മൾ. പക്ഷേ ഈ കുലം, അതാ ഞാൻ പറഞ്ഞത്, ആ ഒരാളുടെ കുലം അത് നല്ലതാണോ എന്ന് നോക്കുക, മനസ്സ് നല്ലതാണോ എന്ന്. നമ്മൾ ഒരവസരം ഉണ്ടാക്കി മനസ്സ് നല്ലതാണോ എന്നും കൂടി ഒന്ന് പരിശോധിക്കുക. ശീലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ആ ആളുടെ ശീലങ്ങളെക്കുറിച്ച്. ആരോഗ്യമുണ്ടോ എന്ന് ഒന്ന് വർത്തമാനത്തിലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രായം, ഒരു 4 വയസ്സാണ് നല്ല ഒരു ഡിഫറൻസ്. കൂടുതൽ ഡിഫറൻസ് ആയാൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ. ബട്ട് നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു റൈറ്റ് നമുക്കുള്ളപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു 4 years ഡിഫറൻസ് ഇസ് വെരി നൈസ്. ഒത്തിരി വ്യത്യാസം വന്നു പോയാൽ കുറേ ഏജിലാവുമ്പോഴേ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പം ഒന്നും കുഴപ്പമില്ല, ഇപ്പൊക്കെ അറിഞ്ഞാതെ അങ്ങ് പൊക്കോളും. കുട്ടികളുണ്ടാവുന്നത് എപ്പോഴും ഒരു 30 years മുമ്പ് കുട്ടികളുണ്ടാവുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതിൻ്റെ കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ആ ഗുണദോഷ ദൗർബല്യങ്ങളോടുകൂടി ആ ആളെ സ്നേഹിക്കാനുള്ള ഒരു വിശാലത നമ്മുടെ മനസ്സിന് വേണം. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. ആർക്കാ കുറവുകളില്ലാത്ത? ആ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമ്മുടെ മനസ്സിന് പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം. അൺകണ്ടീഷണൽ ലവ് ആണ് നമുക്കെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് സ്നേഹം അവരോടല്ലേ ഇവരോടല്ലേ എന്നുള്ള ചോദ്യം ഒന്നും വരില്ല. അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പരാതികൾ കുറഞ്ഞിരിക്കും. കണ്ടീഷണൽ ലവിലാണ് പരാതികൾ കൂടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക.
എവിടെയാണെങ്കിലും അതുല്യമായി നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം ജീവിതത്തിൽ ഉണ്ടാവുക. മനസ്സിലായോ? എന്നും ശിരസ് ഉയർത്തി നിൽക്കാൻ, ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ ഈശ്വരനൊരു ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ. എവിടെ ചെന്നാലും ബഹുമാനം അർഹിക്കുന്നവരായി ജീവിക്കാൻ. പിന്നെ മദർ തെരേസ പറഞ്ഞ വാക്കുകളാണ്, ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ചെറിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യാം, ഒത്തിരി സ്നേഹത്തോടെ. നമ്മൾ നമ്മുടെ പാർട്ട്ണറോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അങ്ങേർക്കൊരു വയ്യായിക വരുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കുന്നു, സ്നേഹിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മുടെ കൂടെ ഇരിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതെല്ലാം ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് ലവ്. വലിയ കാര്യങ്ങൾ ചെയ്യണതിലല്ല. യൂറോപ്യൻ ടൂറോ ഇൻ്റർനാഷണൽ ടൂറോ ഒന്നും കൊണ്ടുപോകണ്ട. വല്ലപ്പോഴും ഒന്നൊരു സിനിമയ്ക്ക് ഉണ്ടായാൽ മതി, സന്തോഷമാവും ഭാര്യയ്ക്ക്. പക്ഷെ ഒട്ടും കെയർ ചെയ്യാത്ത, ആ ആളുടെ സ്ഥാനത്ത് നിന്ന് എംപത്തറ്റിക്കലായിട്ട് ചിന്തിക്കാത്ത, ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫാണ് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ലൈഫ് വിൽ ബി സ്പോയിൽഡ്. സോ യു ഷുഡ് ബി സംവൺ ഹൂ ഈസ് റെസ്പെക്റ്റഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫാദറിനിലൊക്കെ മദറിനിലൊക്കെ ഒക്കെ നിങ്ങളോട് ബഹുമാനം തോന്നണം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഓരോ, അല്ലാതെ ചൈൽഡിഷ് ആകുന്നത് അതാവേണ്ട സമയത്താവാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളോടൊരു ബഹുമാനം കൂടെ തോന്നും. നിങ്ങൾ നൗ യു ആർ ഗ്രോൺ അപ്സ്, നിങ്ങൾ വലിയ കുട്ടികളായി, വലിയ ആളുകളായി. ഒരു ജന്മത്തെ, ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള അത്രയും പാകത വന്നു നിങ്ങൾ. അടുത്തൊരു ജനറേഷന് നിങ്ങൾ ഒരു കുട്ടിയെ അച്ഛാന്ന് വിളിക്കുമ്പോഴും ഒരു കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നൊരു, എൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിച്ചിരുന്നു കുട്ടികൾ വേണ്ടാന്ന്. എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവൾ. അത് കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ടായി. ഇന്ന് ഞാൻ പറയണു, ഞാൻ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും നല്ലോണം കുഞ്ഞിനെ നോക്കണത് അവളാണ്. എന്ത് നല്ലതായിട്ടാണ് നോക്കണേ, മാതൃകാപരമായി ആ കുഞ്ഞിനെ നോക്കണേ. അപ്പോൾ ഇതൊക്കെ നമുക്കത് കിട്ടുമ്പോഴേ അതിൻ്റെ എൻജോയ്മെൻ്റ് അറിയുള്ളൂ, അതിൻ്റെ ഒരു സന്തോഷം അറിയുള്ളൂ. സോ ടേക്ക് വൈസ് ഡിസിഷൻസ്, എക്സൽ ഇൻ എവറി റോൾ യു ആർ. കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ഈ സെൻറ്റൻസ് എന്നും മരണം വരെ ഓർത്തിരിക്കുക. എക്സൽ ഇൻ എവരി റോൾ യു ആർ. ഏതൊക്കെ റോളുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നു അതിലെല്ലാം നിങ്ങൾ യുണീക്കായി, അതുല്യമായി മുമ്പോട്ട് പോവുക. വിഷ് യു ആൾ എ വെരി 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 ഹാപ്പി ആൻഡ് മാർവലസ് മാരിഡ് ലൈഫ്. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ് മൈ ക്ലാസ്. നിങ്ങളെല്ലാവരും നല്ലതായിട്ട് ജീവിക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന ആർക്കും ഒരു സങ്കടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ എൻ്റെ മക്കളെല്ലാവരും നല്ലതായിട്ട് ജീവിച്ചോണം കേട്ടോ.